വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ 75ാം വാർഷികാഘോഷ പരിപാടികളുടെ സമാപനം, അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം മന്ത്രി എം.പി. രാജേഷ് നിർവഹിക്കുകയാണ്. വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ, വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അലുമിനി അസോസിയേഷൻ നിർമ്മിച്ച ഈയൊരു പ്രവേശന കവാടവും മന്ത്രി എം.പി. രാജേഷ് നിർവഹിക്കുകയാണ്. പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം ഇതിൻ്റെ ഔപചാരികമായ സാംസ്കാരിക സമ്മേളനം മന്ത്രി എം.പി. രാജേഷ്. ഹയർ സെക്കൻഡറി സ്കൂൾ 75 വർഷം പിന്നിടുകയാണ്. ഈയൊരു ആഘോഷ പരിപാടികൾ ഒരു വർഷം മുൻപ് ആരംഭിച്ചത് പ്രിൻസിപ്പൽ എം.പി. ഫാത്തിമക്കുട്ടി ടീച്ചർ ഉൾപ്പെടെയുള്ള ഹെഡ് മാസ്റ്റർ സുരേഷ് പൂവാട്ടുമീത്തൽ ഉൾപ്പെടെയുള്ളവരെല്ലാം സ്കൂളിൽ നിന്നും വിരമിക്കുകയാണ്. ഇന്നും നാളെയുമായി നടക്കുന്ന, വെള്ളി ശനി ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ ഇനം പരിപാടികളാണ് ഈ ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം മന്ത്രി എം.പി. രാജേഷ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഒപ്പം തന്നെ വിവിധ കലാപരിപാടികൾ, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികൾ, ശനിയാഴ്ചയും വിവിധ കലാപ്രകടനങ്ങളും സാംസ്കാരിക പരിപാടികളും നടക്കാൻ പോവുകയാണ്. അതിൻ്റെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിലേക്ക് എല്ലാവരും എത്തുകയാണ്. വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ 75ാം വാർഷികാഘോഷ പരിപാടികളുടെ ഈ പ്രദേശത്തിന്റെ വളർച്ചയിൽ ഒരു വർഷം നീണ്ടുനിന്ന പരിപാടികളുടെ സമാപനത്തിലാണ് ഇപ്പോഴുള്ളത്. ആഘോഷ പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ചടങ്ങിൽ ആബിദ് ഹുസൈൻ തങ്ങൾ എം.എൽ.എ. അധ്യക്ഷത വഹിക്കുകയാണ്. പിൻബലം നൽകിയ ഒരു സ്ഥാപനത്തിന്റെ വാർഷിക ആഘോഷ ചടങ്ങിലാണ് നമ്മളിവിടെ സംബന്ധിക്കുന്നത്. സ്വാഭാവികമായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിജ്ഞാനത്തിനും അറിവിനും വലിയ പ്രാധാന്യം നൽകാതിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ മനുഷ്യർക്കിടയിൽ വ്യത്യസ്തങ്ങളായ വിഭാഗീയ ചിന്താഗതികളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു തലങ്ങളിലേക്ക് പോകാൻ, അല്ലെങ്കിൽ മറ്റ് തലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തരായി വ്യതിരിക്തരായി നിൽക്കാൻ അറിവും വിജ്ഞാനവും വിദ്യാഭ്യാസവും തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ ഘടകം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്നൊരു പക്ഷേ തങ്ങൾക്കൊരു ലാഭവും പ്രതീക്ഷിക്കാതെ ഇത് തുടങ്ങി വച്ച പൗരാണികരായ പൗരപ്രമുഖരായ ആളുകൾ ഒരു വലിയ ഉദാത്തമായ ലക്ഷ്യമാണ് കണ്ടിട്ടുണ്ടാവുക. വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ 75 വാർഷികാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം മന്ത്രി എം.പി. രാജേഷ് ഉദ്ഘാടനം ചെയ്യുകയാണ്. പ്രമുഖ വ്യക്തികളെല്ലാം പങ്കെടുക്കുകയാണ്. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മന്ത്രി സംസാരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, സ്വാഗതം ആശംസിച്ച സുധീർ മാഷ്, ബഹുമാന്യയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഹസീന വട്ടോളി, നിങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട കവി ശ്രീ മുരുകൻ കാട്ടാക്കട, ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിൻസിപ്പൽ ഫാത്തിമക്കുട്ടി ടീച്ചർ ഉൾപ്പെടെയുള്ള അധ്യാപകരെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ ഞങ്ങൾ പരിചയക്കാരും സുഹൃത്തുക്കളുമാണ്. അപ്പം മാഷ് എന്നോട് ഒരു ഓഫർ മുന്നോട്ട് വെച്ചു. തൽക്കാലം എനിക്ക് മാത്രം സ്വാഗതം പറയാം, എന്നിട്ട് വേഗം പറഞ്ഞയക്കാം, ബാക്കി പിന്നീടാവാം എന്ന്. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ പറഞ്ഞു, അത് വേണ്ട, ഒന്നിച്ചു തന്നെ സ്വാഗതം പറഞ്ഞോളൂ എന്ന്. ആ ഓഫർ സ്വീകരിക്കുന്നതായിരുന്നു നല്ലത് എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം 11 മണിക്ക് എനിക്ക് 10 മണിക്ക് നിശ്ചയിച്ചത് 1 മണിക്കൂർ മാറ്റി 11 മണിക്കാണ് ചാലിശ്ശേരിയിൽ സരസ്മേളയോടനുബന്ധിച്ച് കേരളത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സംഗമം ഉദ്ഘാടനം ചെയ്യാനുള്ളതാണ്. അതിപ്പോൾ എത്തില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ദീർഘമായൊരു ഉദ്ഘാടന പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും ഹ്രസ്വമായ അധ്യക്ഷ പ്രസംഗത്തിലുമെല്ലാം പറഞ്ഞതുപോലെ 75 വർഷം
ഈ സ്കൂൾ പൂർത്തിയാക്കുകയാണ്. അനേക തലമുറകൾ ഈ സ്കൂളിൻ്റെ മുറ്റത്തുകൂടി, ഈ സ്കൂളിൻ്റെ ക്ലാസ് മുറികളിലുകൂടി 75 കൊല്ലം മുമ്പ് കേരളം ഇന്നത്തെ കേരളമല്ല, വളാഞ്ചേരിയും ഇന്നത്തെ വളാഞ്ചേരിയല്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. 75 വർഷം മുമ്പ് ഐക്യ കേരളം തന്നെ രൂപം കൊണ്ടിട്ടില്ല. 56-ലാണല്ലോ ഐക്യ കേരളം ഉണ്ടാവുന്നത്. തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായി 3ആയി വിഭജിക്കപ്പെട്ട് കിടന്ന ഒരു പ്രദേശം പിന്നീട് ഐക്യ കേരളമായി മാറി. ഐക്യ കേരളം ഒരു ആധുനിക ജനാധിപത്യ സമൂഹമായി വികസിച്ചു. കേരളത്തിൻ്റെ തനതായ ഒരു വികസന മാതൃക സൃഷ്ടിച്ചു. കേരള വികസന മാതൃക 60-കൾ മുതൽ ലോകം അത്ഭുതത്തോടുകൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിപ്പോഴും മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും കേരളത്തിൻ്റെ വികസന മാതൃകയെക്കുറിച്ചുള്ള ചർച്ചകൾ ആഗോളതലത്തിൽ നടക്കുകയാണ്. ഡെൻമാർക്കിൻ്റെ ഇന്ത്യയിൽ അംബാസഡറും ഡെൻമാർക്കിലെ വയോജനക്ഷേമ മന്ത്രിയും ഉൾപ്പെടെയുള്ള ഒരു 6-അംഗ ഉന്നതതല സംഘം വന്നത് കുടുംബശ്രീയുമായിട്ടൊരു ധാരണയിൽ ഒരു കരാർ ഒപ്പുവെക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. കെയർ ഗിവേഴ്സിൻ്റെ 24,000 ജോലി സാധ്യതകൾ ഡെൻമാർക്കിലുണ്ട്. കുടുംബശ്രീ പരിശീലനം ലഭിച്ച കെയർ ഗിവേഴ്സിന് ലഭ്യമാക്കുകയാണെങ്കിൽ അത്രയും പേർക്ക് അവിടെ ജോലി സാധ്യതയുണ്ട് എന്ന് അവരറിയിക്കുകയാണ്. ആ ചർച്ചയിൽ അഭിമാനകരമായി തോന്നിയ കാര്യം, എന്തുകൊണ്ട് ഞങ്ങൾ കേരളത്തെ തിരഞ്ഞെടുക്കുന്നു എന്നതിന് അവർ പറഞ്ഞത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ പുരോഗതി. അത് ഇന്ത്യയിൽ ഏറ്റവും മികച്ചതാണ് എന്ന് മാത്രമല്ല, ലോകത്തെ വികസിത രാജ്യങ്ങൾക്കൊപ്പം നിൽക്കാവുന്നതാണ്. രണ്ടാമത് അവർ പറഞ്ഞത്, കേരളത്തിൻ്റെ സുശക്തമായിട്ടുള്ള തദ്ദേശ ഭരണ സംവിധാനവും അതുപയോഗിച്ചുകൊണ്ട് പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നത്. മൂന്നാമത് അവർ പറഞ്ഞത് കുടുംബശ്രീയുടെ പ്രവർത്തന മികവ്. അതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ്. അപ്പോൾ വലിയ അഭിമാനം തോന്നി. മാത്രമല്ല, അവർ കേരളത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. സാമൂഹിക പുരോഗതിയിൽ, മാനുഷിക വികസന നേട്ടങ്ങളുടെ കാര്യത്തിൽ കേരളം കൈവരിച്ചിട്ടുള്ള പുരോഗതി അത് യൂറോപ്പിനൊപ്പമാണ് എന്നതിൽ അവർ നമ്മളെ കേരളത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. യൂസഫ് ഗുരുക്കൾ അവാർഡ് വിതരണമാണ് അർഷാമോഹൻ ഉടൻ തന്നെ വേദിയിലേക്ക് വരിക. നമ്മുടെ പ്രിയപ്പെട്ട അബു യൂസഫ് ഗുരുക്കളുടെ കുടുംബാംഗങ്ങളെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം മന്ത്രി നിർവഹിക്കുന്നത് സ്കൂളിന്റെ മാനേജറായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് എക്സലൻസി അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവർക്കുള്ള ഉപഹാര സമർപ്പണം, അവർക്കുള്ള ആദരവാണ്, അവർക്കുള്ള അവാർഡ് വിതരണമാണ് മന്ത്രി നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയാതെ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാനാകില്ല. യൂസഫ് ഗുരുക്കൾ മെമ്മോറിയൽ എക്സലൻസി അവാർഡ് വിതരണമാണ് മന്ത്രി എം പി രാജേഷ്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് സാറാണ് കുട്ടികൾക്ക് വേണ്ടി ഈ എക്സലൻസി അവാർഡ് നൽകുന്നത്. ഏറ്റുവാങ്ങിയത് ഷക്കീൽ റോഷൻ, അർഷ മോഹൻ, നിവേദിത, അടുത്തതായിട്ട് ഫസ്റ്റിന ഏഞ്ചൽ, VHSS. 4 കുട്ടികൾക്കാണ് ഈ ഒരു അവാർഡ് വിതരണം മന്ത്രി നിർവഹിച്ചത്. അബു യൂസഫ് ഗുരുക്കളുടെ ഓർമ്മയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറഞ്ഞ വാക്കുകളിൽ നമുക്ക് ഒതുക്കാനാകില്ല. എങ്കിലും വളാഞ്ചേരിയുടെ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ അതികായകനും വളാഞ്ചേരി പഞ്ചായത്തിന്റെ ഭരണ സാരഥ്യത്തിലിരുന്ന് തനത് ശൈലിയിലൂടെ നാടിന്റെ ഉന്നതിയിലേക്ക് നാടിനെ നയിച്ച മഹാരഥൻ, ഏകദേശം ദീർഘകാലം വളാഞ്ചേരി ഹയർ സെക്കൻഡറിയുടെ മാനേജർ സ്ഥാനത്തിരുന്ന് സർവമാന പുരോഗതിയിൽ നിസ്തുലമായ പങ്കുവഹിച്ച പ്രിയപ്പെട്ട യൂസഫ് ഗുരുക്കളുടെ സ്മരണയ്ക്ക് മുൻപിൽ നമ്മൾ ഏവരും ഇവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം ഏർപ്പെടുത്തിയതാണ് ഈ എക്സലൻസ് അവാർഡ്.
അബു യൂസുഫ് ഗുരുക്കൾ മെമ്മോറിയൽ എക്സലൻസി അവാർഡാണ് ഇവിടെ നൽകിയത്. CH അബു യൂസുഫ് ഗുരുക്കൾ ജനിച്ചു. 1974 വളാഞ്ചേരി ഹൈസ്കൂളിൽ MSFിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ അബു യൂസഫ് വളാഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ്, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിലും ഒരു സ്കൂൾ 75 വർഷം പിന്നീട് അബു യൂസഫ് ഗുരുക്കൾ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി, വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ 75 വർഷം പിന്നിടുന്ന ഒരു സ്കൂൾ ഇത്തരത്തിൽ 75 വർഷം ആഘോഷിക്കുക ആ ഒരു യാത്രയപ്പ് സമ്മേളനമാണ്. എങ്കിൽ പോലും 75 വർഷം പിന്നിടുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എന്താണ് അല്ല, വളാഞ്ചേരി ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് 75 വർഷമായി പ്രവർത്തിക്കുന്നു. പണ്ട് കാലങ്ങളിലൊന്നും ഈ വിദ്യാഭ്യാസത്തിന് അത്ര പ്രാധാന്യം കൽപ്പിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വേർതിരിഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് മനസ്സിലാക്കി അന്നത്തെ പൗരപ്രമുഖരായ ആളുകൾ സൗജന്യമായി നൽകിയ സ്ഥലങ്ങളിലാണ് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അത് വളരെ വ്യാപകമായി കേരളത്തിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇവിടെയൊക്കെ ഈ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ ഇത്രമാത്രം ഐക്യവും സാഹോദര്യവും ഉണ്ടായത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അതിന് കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതിന്നും തുടരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ ഇത് കേരളത്തിന്റെ ഒരു മാറ്റങ്ങൾക്ക്, ഗുണകരമായ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയത്. അത് വളാഞ്ചേരി ഹൈസ്കൂൾ 75 കൊല്ലമായി പ്രവർത്തിച്ചിരിക്കുന്നു. ഈ വളാഞ്ചേരിയെ സംബന്ധിച്ചോളം അറിയാലോ, 75 കൊല്ലം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്ന നാടിനെ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാകും. അത് വളരെ കൃത്യമായി ക്രിയാത്മകമായി വളാഞ്ചേരി എന്ന ഈ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന നേർസാക്ഷ്യമാണ് ഇത്തരം ആളുകൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നടത്തുന്നത്. അവാർഡ് CH അബു യൂസഫ് ഗുരുക്കളുടെ എക്സലൻസി അവാർഡ് ഒരു വർഷം അതെ, അബു യൂസഫ് ഗുരുക്കളെ ഈ നാടിന്റെ ഈ പ്രാദേശികമായ വളർച്ചയിൽ വലിയ അനിവാര്യമായ ഘടകമായി നിന്ന ഒരാളാണ്. പഞ്ചായത്ത് പ്രസിഡന്റായി പുതിയ പുതിയ ആശയങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന ഒരുപാടേറെ കാര്യങ്ങൾ അന്ന് നടത്തി കാണിച്ചു കൊടുത്ത ഒരു ബഹുവ്യക്തിത്വമാണ് അബു യൂസഫ്. എന്തിനും തൻ്റെതായ ഒരു നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരുടെ മുന്നിലും ഒരു തലകുനിപ്പ് ഇല്ലാതെ എല്ലാം ശരിയാക്കാനുള്ള ഒരു വഴി തേടിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് വളാഞ്ചേരി ഇപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ മാർക്കറ്റ് ആണെങ്കിലും അതിൻ്റെ പഞ്ചായത്തിൻ്റെ വികസനങ്ങൾ അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇച്ഛാശക്തി കൊണ്ട് നടപ്പിലാക്കിക്കൊണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. അതിന്നും തുടരുന്നു എന്നുള്ളതാണ്, അതിൻ്റെ പ്രവർത്തനം നടത്തുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളും അദ്ദേഹം അതിൻ്റെ അംഗമായി, അതിൻ്റെ ട്രസ്റ്റി അംഗമായി ഒക്കെ പ്രവർത്തിച്ച് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ്. അദ്ദേഹത്തെ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ അവാർഡ് നൽകുകയും ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ കുടുംബം കാണിക്കുന്ന വലിയ ഒരു പ്രാധാന്യമായ വിദ്യാഭ്യാസ പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആ നന്മ ഇന്നും നിലനിൽക്കുന്നു, ഇനിയും നിലനിൽക്കും. അത് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യും. ഗുരുക്കൾ എക്സലൻസി അവാർഡ് 4 വിദ്യാർത്ഥികൾക്കാണ് നൽകിയത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു അവാർഡ് വിതരണം മന്ത്രി നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു. വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ 75 വർഷം പിന്നിടുന്ന ഈ വേളയിൽ വളരെ പ്രൗഢഗംഭീരമായ ചടങ്ങാണ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചത്. ആബിദ് ഹുസൈൻ തങ്ങൾ MLA സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഈ ഒരു സ്കൂളിൻ്റെ വിശേഷങ്ങളാണ്, അതായത് ഓരോ കാര്യങ്ങളും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത പ്രദേശത്തുകാർക്ക് ഈ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ സമ്മാനിച്ചിട്ടുണ്ട്. ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സ്കൂളിൽ കഴിയട്ടെ എന്നാണ് അദ്ദേഹം ആശംസിക്കുന്നത്. എടുക്കുന്ന മുരുകൻ കാട്ടാക്കട സംസാരിക്കുകയാണ്. മുഴങ്ങുന്ന ശുഭ്രമാം ഗംഭീര മൗനമാണധ്യാപകൻ. പലപ്പോഴും കുട്ടികൾ ചോദിക്കും, സാറ് കവിയായിരിക്കുന്നതിലാണോ കൂടുതൽ സന്തോഷിക്കുന്നത് അതോ അധ്യാപകനായതിലാണോ സന്തോഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഒരു അധ്യാപകനായിരിക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു കവിയാണ് ഞാൻ. അധ്യാപക കുലത്തിൽ പിറക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യം അല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അധ്യാപകരിൽ 2 തരം അധ്യാപകരുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരിൽ 2 തരം അധ്യാപകരുണ്ട്. ഒന്ന് അധ്യാപകർ, മറ്റൊന്ന് അധ്യാപക തൊഴിലാളികൾ. ഈ അധ്യാപകരെയും അധ്യാപക തൊഴിലാളികളെയും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. എങ്ങനെ കഴിയും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളെ പഠിപ്പിച്ചതിൽ എത്ര അധ്യാപകരുണ്ടായിരുന്നു, എത്ര അധ്യാപക തൊഴിലാളികളുണ്ടായിരുന്നു എന്ന് മനസ്സിലിപ്പോൾ ആലോചിച്ച് നോക്കൂ. LKG UKG പഠിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ 1ാം ക്ലാസ്സിലാണ് വിദ്യാഭ്യാസം തുടങ്ങിയത്. എന്നാൽ LKG മുതൽ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഒരു BA വരെ പഠിക്കുന്ന ഒരാളിനെ, ഒരു ശരാശരി യുവതിക്ക് അല്ലെ യുവാവിനെ എത്ര അധ്യാപകർ പഠിപ്പിച്ചിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ.
12ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നത് എത്ര അധ്യാപകർ പഠിച്ചു? LKG UKG ഒരു അധ്യാപകരെന്ന് വയ്ക്കാം. 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ 1-2 അധ്യാപകർ പഠിപ്പിച്ചെന്ന് വയ്ക്കാം. പിന്നെ അങ്ങോട്ട് 6ാം ക്ലാസ് 7ാം ക്ലാസ്സൊക്കെ വരുമ്പോൾ കൂടുതൽ അധ്യാപകർ ഒരേ വിഷയം പഠിപ്പിക്കും. 10ാം ക്ലാസ്സിലൊക്കെ ധാരാളം അധ്യാപകർ പഠിപ്പിക്കും. 12ാം ക്ലാസ് വരെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ അധ്യാപകർ പഠിപ്പിച്ചിരിക്കും. 3 വർഷം ഡിഗ്രിക്ക് കൂടെ പഠിക്കുമ്പോൾ കുറേ എല്ലാം കൂടെ ചേർന്ന് എത്ര പേര് വരും? ഏതാണ്ട് നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ഏതാണ്ട് +2 വരെ പഠിച്ചവരൊന്ന് പറയൂ, എത്ര അധ്യാപകർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും? സമൂഹത്തിന് അനിവാര്യമായും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കണ്ണട. എല്ലാവർക്കും തിമിരം തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം. പന്നിവെടി പുക പൊന്തും തെരുവിൽ, പാതിക്കാൽ വിറകൊള്ളുവതു കാണാം. ഒഴിഞ്ഞ നമുക്കിപ്പം വളാഞ്ചേരി നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ KB ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ 75 വർഷം പിന്നിടുകയാണ്. എങ്ങനെയാണ്? 951 ഈ സ്കൂള് കുളമംഗലത്ത് ചെറിയ ഒരു വീട്ടിൽ പ്രവർത്തനം ആരംഭിച്ചത്. അത് വളർന്ന് പന്തലിച്ച് ഈ മയിലാടിക്കുന്നിന് മുകളിലേക്ക് കയറി ഇന്നതൊരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് വലിയ നിലയിൽ ഒരുപാട് ആളുകളെ ആക്കി തീർത്തിട്ടുണ്ട്. അത് ഉദ്യോഗതലങ്ങളിലായാലും അതുപോലെ തന്നെ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും എല്ലാ മേഖലയിലും ഇവിടെ നിന്ന് പഠിച്ച ഒരുപാട് ആളുകൾ വളർന്ന് വലിയവരായി തീർന്നിട്ടുണ്ട്. വലിയ സന്തോഷമാണ്. ഈ 75ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വജ്ര ജൂബിലി ദിനത്തിൽ വലിയ സന്തോഷമാണ്. ഈ സ്കൂളിൽ പഠിച്ച ഒരാളെന്ന നിലയിലും ഈ പ്രദേശക്കാരൻ എന്ന നിലയിൽ വലിയ ഒരു സന്തോഷമാണ് നിലനിൽക്കുന്നത്. ഇന്നും നാളെയുമായി വലിയ ഒരു ആഘോഷം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആ ആഘോഷങ്ങളിലെ എല്ലാ പരിപാടികളിലും ഞങ്ങൾ പങ്കെടുക്കും. ആഘോഷം വലിയ നല്ല നിലയായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും ഈ ആഘോഷ പരിപാടിക്ക് നൽകുകയാണ്. നന്ദി, നമസ്കാരം. വളാഞ്ചേരി നഗരസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയാണ്. ഒരുപക്ഷെ വലിയ കൗൺസിലറായിരുന്നു. ഈ ഒരു നിമിഷത്തിൽ സന്തോഷകരമായ നിമിഷമാണ്. എങ്ങനെ ഓർത്തെടുക്കുന്നു സ്കൂൾ കാലഘട്ടത്തിലെ ഈ ഞാൻ 8 മുതൽ 10ാം ക്ലാസ് വരെ ഈ സ്കൂളിലാണ് പഠിച്ചത്. അന്നൊക്കെ വളരെ നല്ല നിലയിലായിരുന്നു സൗഹൃദവും. എല്ലാ ആളുകളും എല്ലാ കുട്ടികളെയും വളരെ നല്ല നിലയിൽ ഇവിടെ നേരത്തെ മന്ത്രി സൂചിപ്പിച്ച പോലെ തന്നെ മതസൗഹാർദ്ദവും അതുപോലെ തന്നെ ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിച്ച, അവിടെ ജാതിയോ മതത്തിനോ ഒന്നും ഒരു പ്രസക്തിയുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഒന്നിച്ച് പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ 75 വർഷം പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ളൊരു ആഘോഷ പരിപാടികളാണ് എല്ലായിടങ്ങളിലും സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനം സ്കൂളിൻ്റെ ഈ 75 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഹപാഠിക്കൊരു വീടൊരുക്കാമെന്ന ഒരു പദ്ധതി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്നു. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സഹപാഠിക്കൊരു വീടൊരുക്കാമെന്ന പദ്ധതിയുടെ ഭാഗമായി അതിൻ്റെ തറക്കല്ലിൽ കർമ്മം വിശിഷ്ട വ്യക്തികളെല്ലാം പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം നടക്കുകയാണ്. ഏതായാലും വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ 75ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് NSSൻ്റെ വോളണ്ടിയർമാർ, NSS വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റ് സഹപാഠിക്ക് ഒരു വീടൊരുക്കുമ്പോൾ ഒരു ഫുഡ് കോർട്ട് കൂടി ഒരുക്കുകയാണ്. കുട്ടികളോട് തന്നെ ചോദിച്ചറിയാം എന്താണ് ഇവിടെ ഞങ്ങൾ സഹപാഠിക്കൊരു വീട് എന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ VGHS സ്കൂളിലെ NSS വോളണ്ടിയേഴ്സ് ആണ്. അപ്പോൾ ഞങ്ങൾ ആ കുട്ടിക്ക് ഒരു വീട് ഒരുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതവിടെ ഫുഡ് കോർട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഉണ്ടാക്കുന്ന ക്യാഷ് ഫുള്ള് ആ കുട്ടിക്കുള്ള വീടിനായിട്ടാണ് ഞങ്ങളിത് ക്യാഷ് ഫുള്ള് എടുക്കുന്നത്. അതിന് ഞങ്ങൾ NSS വോളണ്ടിയേഴ്സ് എല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനമാണ്. എല്ലാവർക്കും നല്ലപോലെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഞങ്ങൾ സ്കൂളിൽ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിന് മുൻകയറിയത്. അല്ലല്ല, ഞങ്ങളെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിക്കാണ്. എന്താണ് അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ടാവും? ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
മാങ്ങ ഉണ്ട്, ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട്, കപ്പയും ചമ്മന്തി ഉണ്ട്, പരിപ്പുവട ഉണ്ട്, ഉഴുന്നവട ഉണ്ട്, അങ്ങനത്തെ കാടമുട്ട, പായസം എല്ലാം ഉണ്ട്. ഇന്നും നാളെയും നടക്കുന്ന ഈ ഒരു കളക്ഷനൊക്കെ ഈ കുട്ടിക്ക് വേണ്ടി ആ അതെ അതെ, ഞങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്ന എത്ര തുകയായാലും ഞങ്ങളത് ഫുൾ ആ കുട്ടിക്ക് ഉള്ള വീട് നിർമ്മാണത്തിനാണ് എടുക്കുന്നത്. എല്ലാവരും വാങ്ങി സഹായിക്കണം. ഇതിൻ്റെ ക്യാഷ് പ്രോഫിറ്റൊക്കെ ഞങ്ങൾ ഒരു നല്ലൊരു കാര്യത്തിനാണ്, ഒരു കുട്ടിക്ക് വീട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. അതിനെ സപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് വാങ്ങി ഈ ഒരു തുക ഒരു നല്ല രീതിയിൽ പോണത് വലിയൊരു പുണ്യമാണ്. ഈ ഒരു പുണ്യമുള്ള ഇതിക്കാണ് പോണത്. ടീച്ചർ എങ്ങനെയാണ് കുട്ടികളൊക്കെ വലിയൊരു സേവന സന്നദ്ധതയുമായി ഇവിടെ എത്തിയിരിക്കുകയാണ്? നമ്മുടെ വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ NSS യൂണിറ്റാണ് ഇത്തരത്തിലുള്ള ഒരു ഫുഡ് കോർട്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ കൂടെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് NSS യൂണിറ്റ് എന്നും മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് എല്ലാവരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണം വളരെ അത്യാവശ്യമാണ്. സഹപാഠികൾ ഇവിടെ അതിൻ്റെ കട്ടിലവെപ്പ് ചടങ്ങൊക്കെ നടക്കുകയുണ്ടായി. അല്ല അതിൻ്റെ പണി ഇത് നമുക്ക് ഏതാണ്ട് ഒരു വാർപ്പ് വരെ എത്തിയുള്ള ഒരു വീടാണ്. അപ്പോൾ അതിൻ്റെ തുടർ പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ വാതിൽ വെക്കുക, ടൈൽസ് ഇടുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് അന്യ ആവശ്യം. നടത്തുന്ന ഈ പരിപാടി ഒപ്പം തന്നെ മറ്റുള്ള രീതിയിലുള്ള ഫണ്ട് ശേഖരണമൊക്കെ നടത്തുന്നുണ്ട്. തീർച്ചയായും സ്കൂളിൻ്റെ വലിയൊരു സപ്പോർട്ടും അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള ആളുകളുടെ, ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും സഹകരണം ഈ ഒരു പ്രവർത്തനത്തിൽ ഞങ്ങളൊപ്പം തന്നെ ഉണ്ട്. ഇന്നും നാളെ നടക്കുന്ന ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള കളക്ഷൻ തീർച്ചയായും ഇതിൻ്റെ മുഴുവൻ തുകയും ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. വ്യക്തമാണ്. വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ 75 വർഷം പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സഹായ സന്നദ്ധതയുമായിട്ടാണ് ഈ ഒരു സഹപാഠിക്കൊരു വീടൊരുക്കാമെന്ന പദ്ധതിയുമായി കുട്ടികൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ സ്കൂളിൻ്റെ മറ്റുള്ള എല്ലാ വിഭാഗങ്ങളുടെയും ആളുകളുടെയും പിന്തുണയും സപ്പോർട്ടും എല്ലാം ഉണ്ട്. ഏതായാലും ഇവിടെ കുട്ടികൾ NSS വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റ് സഹപാഠിക്കൊരു വീടൊരുക്കാമെന്ന ഫുഡ് കോർട്ടാണ് ഇവിടെ കൂടൊരുക്കാൻ ഒരു രുചിക്കൂട്ടി എന്ന പേരിലാണ് ഇവിടെ ഈ ഒരു ഫുഡ് കോർട്ടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സഹായ സഹകരണങ്ങളും ഈ ഒരു സഹപാഠിക്ക് ഉള്ള വീടൊരുക്കാനുള്ള പദ്ധതിക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും സ്കൂൾ അധികൃതർ പ്രതീക്ഷിക്കുകയാണ്. മീഡിയ വിഷൻ ന്യൂസിന് വേണ്ടി മുഹമ്മദ് അലിക്കൊപ്പം ബാബു എടയൂർ.